പുനൂരിൽ ബിപിൻ റാവത്ത് അടക്കമുള്ളവർ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ കത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേർന്നു. അനൂപിലേക്ക് വരുന്നതിന് മുമ്പ് ദൃശ്യങ്ങളിലേക്ക്. അനുവ, ഈ ദൃശ്യങ്ങൾ ആര് പകർത്തിയതാണ്? ഇത് ഈ അപകടം നടന്ന ഉടനെയുള്ള ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടല്ലോ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. മാത്രമല്ല പൊട്ടിത്തെറിയും മറ്റുമുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിയ ആളുകളൊക്കെ പറയുന്നുമുണ്ടായിരുന്നല്ലോ. രതീഷ്, ഈ ദൃശ്യങ്ങൾ പകർത്തിയത് നാട്ടുകാരാണ്. അത്ര അധികം ശബ്ദമില്ല എങ്കിലും നമുക്കതിൽ കേൾക്കാൻ കഴിയുന്ന കാര്യം തമിഴിൽ സംസാരിക്കുന്നതാണ്. പക്കത്തിൽ പോക മുടിയാതെ, അതായത് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, എന്താണ് സംഭവിച്ചത് എന്നറിയില്ല തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ് ഈ ആളുകൾ സംസാരിക്കുന്നത്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാം വളരെ വേവലാതിപ്പെട്ടുകൊണ്ടുള്ള സംസാരം നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മൾ രാവിലെ പുറത്തുവിട്ട ഒരു ദൃശ്യമുണ്ടായിരുന്നു. അത് ഈ അപകടം സംഭവിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള വിഷ്വലും അപകടം സംഭവിക്കുന്നതിൻ്റെ ശബ്ദവും അതിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ആ അപകടം സംഭവിച്ച ശേഷമുള്ള ഒരുപക്ഷെ ആദ്യം പകർത്തിയ ദൃശ്യങ്ങൾ എന്ന് പറയാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ നിന്നും കത്തുന്നതിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. കെട്ടിടത്തിന് തൊട്ടടുത്താണ് വീണത്. നേരത്തെ ഒക്കെ തന്നെ നമ്മുടെ അവിടെ ഈ സംഭവ സ്ഥലത്ത് ഇപ്പോഴുമുള്ള നമ്മുടെ പ്രതിനിധി ജി പ്രസാദ് കുമാർ ഉൾപ്പെടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്താണ് ഈ ഹെലികോപ്റ്റർ തകർന്ന് വീണത് എന്നുള്ളത്. അത് കുറച്ചുകൂടി വളരെ വ്യക്തമായി നമുക്കതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടങ്ങൾക്ക് തൊട്ടു താഴെ തകർന്നു വീണ ഹെലികോപ്റ്റർ ആളിക്കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഓരോ സമയം കഴിയുമ്പോഴും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ തകർന്നു വീണതിന് സമീപത്ത്, ഈ ദൃശ്യങ്ങൾ പകർത്തിയതിന് സമീപത്തെല്ലാം അത്രയധികം മൂടൽമഞ്ഞില്ല. എന്നാൽ ഈ കുറച്ചപ്പുറത്തേക്ക് കാര്യമായ മൂടൽമഞ്ഞുണ്ട് എന്നും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും രാവിലെ ഈ ഹെലികോപ്റ്റർ തകരുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതാ ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ തകർന്നു വീണ ഉടനെയുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഈ ഹെലികോപ്റ്റർ തകർന്നതിന് ഉടനെയുള്ള ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ അടുത്തുണ്ടായിരുന്ന ആളുകൾ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് അവർ തന്നെ പറയുന്ന ശബ്ദവും അതിലുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ അടുത്തേക്ക് എത്തിയ ഒരു രക്ഷാപ്രവർത്തനം സാധ്യമല്ലാത്ത അന്തരീക്ഷം ഉണ്ടായിരുന്നു. നേരത്തെ പലരും പറഞ്ഞത് അതിനെ ശരിവെക്കുന്നു കൂടിയുണ്ട് ഈ ദൃശ്യങ്ങളല്ലേ? അതെ, ഇതിൽ പറയുന്ന ഒരു വാക്ക് നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നത് ഒരേ ഒരു വാക്കാണ്. അത് പക്കത്തിൽ പോക മുടിയാതെ, ഞങ്ങൾക്ക് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രയോഗമാണത്. അതായത് ഇങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ആദ്യത്തെ അനുഭവമാണ് ആ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നതും അതുമായി ബന്ധപ്പെട്ട പരിഭ്രാന്തിയും എല്ലാം ഈ പ്രദേശത്തിൻ്റെ ആദ്യ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തോ ഒന്ന് തകർന്നു വീഴുന്നു, അത് ആളിക്കത്തുന്നു, അത് വീട്ടിലേക്ക്, അത് ജനവാസ മേഖലയിലേക്ക് അത് ബാധിച്ചിട്ടുണ്ടോ, അടുത്തേക്ക് പോയാൽ വീണ്ടും പൊട്ടിത്തെറിക്കുമോ തുടങ്ങിയിട്ടുള്ള ഭീതിയെല്ലാം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന ഒരു ഭീതി ഉള്ളത്. അവർ ഓടിയെത്തുമ്പോഴത്തേക്ക് അവർക്ക് ജീവനോടെ രക്ഷാപ്രവർത്തകർക്ക് ജീവനോടെ എടുത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെ 2 പേരെ മാത്രമാണ്. അതും അടുത്തേക്ക് എത്തി, ഈ ഭീതിയെല്ലാം മാറി അടുത്തേക്ക് എത്തിയിട്ടാണ് അങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്നത്. എന്തായാലും അപകടത്തിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. നമ്മുടെ സൈനികർ, നമ്മുടെ രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക മേധാവി എന്നിവരെല്ലാം മരിച്ചുപോയ അപകടം, ആ അപകടത്തിൻ്റെ കാഴ്ച നമുക്കത് നേരിട്ട് നമ്മൾ കാണുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു കാണുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഹെലികോപ്റ്റർ തകർന്ന് വീണ് ആദ്യം തന്നെ അത് സംഭവിച്ച ശേഷം ആദ്യമായി പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രത്തോളം ഭീകരമാണ്, എത്രത്തോളം പ്രശ്നഭരിതമായിരുന്നു ആ സാഹചര്യം എന്നുള്ളത്. തകർന്ന് വീണ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി അമരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. രാവിലെ ഒരു ദൃശ്യം പുറത്തു വന്നു, അതായത് ഈ തകർന്ന് വീഴുന്ന ശബ്ദം കേൾപ്പിച്ചുകൊണ്ടുള്ള, അതല്ലെങ്കിൽ തകരാൻ ഒരു സാധാരണ കാലാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ മഞ്ഞുമൂടിയ ഒരു കാലാവസ്ഥയിലേക്ക് പ്രവേശിച്ച് 4ാമത്തെ സെക്കൻഡിൽ ഈ ഹെലികോപ്റ്ററിന് എന്തോ സംഭവിക്കുന്നതിൻ്റെ ഒരു
മുന്നറിയിപ്പ് പോലെ അല്ലെങ്കിൽ അപായം മണക്കുന്ന പോലുള്ള ഒരു ശബ്ദം പുറത്തു വരുന്നു. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യം ഈ തകർന്ന് വീണ ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായി കാട്ടിത്തരുന്നു രതീഷ്. രാവിലെ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ച ആ ദൃശ്യം അത് ഒരു മുകളിലേക്ക് ആ ഹെലികോപ്റ്റർ പോകുന്നു. അവിടെ വലിയ മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഞ്ഞുമൂടിയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നീട് ശബ്ദം കേൾക്കുന്നു. ഇതിപ്പോൾ ഒരുപക്ഷെ ഏറെക്കുറെ അടുത്ത് നിന്ന് പകർത്തിയൊരു ദൃശ്യമായതുകൊണ്ട് ആകാം അവിടെ തെളിഞ്ഞൊരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അപകടത്തിന് ശേഷം എത്ര സമയമെടുത്തു അവിടെ പോയി രക്ഷാപ്രവർത്തനം തുടങ്ങാൻ എന്നതടക്കമുള്ള പുതിയ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടി കൃത്യമായി പ്രദേശവാസികൾ. അനൂപ്. രതീഷ്, അത് നമ്മൾ ഒരു തവണ കൂടി ഈ പ്രദേശവാസികളോട് സംസാരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആ പ്രദേശത്ത് അതിനു മുൻപ് ഒരിക്കലും അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവം നേരിൽ കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുന്ന, ആളുകൾക്കുണ്ടാവുന്ന ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രതികരണം, അതാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരേ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്കത്തിൽ പോക മുടിയാതെ, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രതികരണം അവർക്കിടയിൽ ഉണ്ടാവുന്നു. വലിയ പ്രശ്നത്തോടുകൂടി അതല്ലെങ്കിൽ ഒരു ആശങ്കയോടുകൂടി ആ പ്രദേശത്തെ ജനങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് നമുക്കതിൽ കേൾക്കാൻ കഴിയും. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം ശബ്ദം അതിലുണ്ട്. ആ ശബ്ദത്തിൽ ഒരു വലിയ ആശങ്ക നമുക്ക് കാണാൻ കഴിയും. അവർ തന്നെ ഇന്നലെ പറഞ്ഞ കാര്യം, ഇന്നലെ മാധ്യമങ്ങളോട് ഒക്കെ സംസാരിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞ കാര്യം, നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പൊട്ടിത്തെറുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാം ഓടിയെത്തി. അവിടുത്തെ ആളുകളാണ് ആദ്യം തന്നെ തീ അണയ്ക്കാനുള്ളൊരു ഇടപെടൽ നടത്തിയത്. കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എല്ലാം വെള്ളം കോരി ഒഴിച്ച് ആ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെയാണ് ജീവനോടെ 2 പേരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അവർക്ക് നടത്താൻ കഴിഞ്ഞത്. പിന്നീട് പോലീസ്, ഫയർഫോഴ്സ്, പട്ടാള ഉദ്യോഗസ്ഥർ എല്ലാം എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നത്. അതിന് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുന്നതിൻ്റെ, അതല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുൻപ്, ഈ സംഭവം നടന്ന ആദ്യ മിനിറ്റുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണിത്. അതായത് നേരത്തെ നമ്മൾ രാവിലെ ഒരു ദൃശ്യം കാണിച്ചിരുന്നു, നമുക്ക് പ്രാദേശികമായി ലഭിച്ച ഒരു ദൃശ്യം കാണിച്ചിരുന്നു. ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണഗതിയിലുള്ള ഒരു കാലാവസ്ഥയിൽ നിന്ന് ഹെലികോപ്റ്റർ ഒരു കനത്ത മൂടൽമഞ്ഞിലേക്ക് കയറുന്നു. കൃത്യം 4 സെക്കൻഡുകൾക്കകം ഒരു ശബ്ദം, ഒരു ഭീതി ഉളവാക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുന്നു. എന്താണ് സംഭവിച്ചത്, അത് തകർന്നു പോയോ എന്ന് ചോദിക്കുന്നു. മറ്റേയാൾ തകർന്നെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അവരുടെ ഒരു ആശങ്ക കണ്ടു. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യം, ആ തകർന്നു വീണ ഹെലികോപ്റ്ററിന് ആദ്യ നിമിഷങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ദൃശ്യമാണ്. അതിഭീകരമായ ദൃശ്യം. തകർന്നു വീണ ഹെലികോപ്റ്റർ കത്തി ചാമ്പലാവുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രത്തോളം ഭീകരമായിരുന്നു, ഭയാനകമായിരുന്നു ആ പ്രദേശവാസികൾ കണ്ടത്, അനുഭവിച്ചത് എന്നുള്ളത് ഈ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വളരെയധികം വ്യക്തമാവുകയാണ് രതീഷ്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. രാവിലെ പുറത്തു വന്ന ദൃശ്യമാണ് ഒരു ഭാഗത്ത്. ആ ദൃശ്യങ്ങളിൽ മൂടൽമഞ്ഞിലേക്ക് ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് നമുക്ക് കാണാം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കൂടി വരുന്നത്. അപകടത്തിന് തൊട്ട് പിന്നാലെ അവിടെ ഉണ്ടായിരുന്നവർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് കൂടി നമുക്ക് അദ്ദേഹത്തിനൊപ്പം കേൾക്കാം.